വെൽക്കം ടു എഡ്യൂടൈൻമെൻറ്റ് വിത്ത് ആദി. നമ്മൾ വെറ്റിനറി സർജൻ ഗ്രേഡ് 2 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അതിൻ്റെ 10th പാർട്ടിലേക്ക് കിടക്കുകയാണ്. നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്, പക്ഷേ വളരെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമ്മളത് നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 51. The following are 5 events in meiotic cell division in eukaryotes. Arrange them in the correct order of occurrence during the meiotic cell division. 1. Chromosomes appear as long single threads. 2. Synapses. 3. Crossing over. 4. Movement of chiasmata along the length of chromosome. 5. Replication of DNA and histones. And the options are option A 1, 2, 3, 4 and 5. B 2, 3, 4, 5 and 1. C 5, 2, 3, 4 and 1. D 5, 1, 2, 3 and 4. So here യൂക്കാരിയോട്സിലെ മിയോട്ടിക് സെൽ ഡിവിഷൻ്റെ 5 ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. പക്ഷേ ഇത് തന്നിരിക്കുന്നത് ഡിസോർഡർ ആയിട്ടാണ്. ഇതിനെ ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തന്നിരിക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ ഒന്ന് ക്രോമസോംസ് അപ്പിയർ ആസ് ലോങ് സിംഗിൾ ത്രെഡ്സ്, ക്രോമസോം ലോങ് സിംഗിൾ ത്രെഡായിട്ട് കാണപ്പെടുന്നു. 2 സിനാപ്സിസ്, 3 ക്രോസിംഗ് ഓവർ, 4 മൂവ്മെൻറ്റ് ഓഫ് കയാസ്മേറ്റ അലോങ് ദ ലെങ്ത് ഓഫ് ക്രോമസോം ആൻഡ് 5 റെപ്ലിക്കേഷൻ ഓഫ് DNA ആൻഡ് ഹിസ്റ്റോൺസ്. ഇതാണ് തന്നിരിക്കുന്നത്. ഇതിനെ നമുക്കിനി അറേഞ്ച് ചെയ്യണം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിക്കത്തെ ഓർഡർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് സെൽ ഡിവിഷൻ ഇവൻറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. എന്താണ് സെൽ ഡിവിഷൻ, എന്തൊക്കെ ടൈപ്പാണുള്ളത്, അതിൽ വരുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്തൊക്കെയാണ്, എല്ലാം നമുക്കിന്ന് നോക്കി നോക്കാം. നമുക്കറിയാം, അക്കോർഡിംഗ് ടു സെൽ തിയറി ന്യൂ സെൽസ് ആർ അറൈസ്ഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ദാറ്റ് ഈസ് പുതിയ സെൽ അറൈസ് ചെയ്യുന്നത് പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നാണ്. ദാറ്റ് ഈസ് ത്രൂ സെൽ ഡിവിഷൻ. ബൈ ദ പ്രോസസ് ഓഫ് ഡിവിഷൻ സിംഗിൾ സെൽ ഡിവൈഡ്സ് ആൻഡ് ഗിവ് റൈസ് ടു 2 ഡോട്ടർ സെൽസ്. ഒരു സിംഗിൾ സെല്ല് ഡിവൈഡ് ചെയ്തു 2 പുതിയ ഡോട്ടർ സെൽസ് ഫോം ചെയ്യുകയാണ്. And this newly formed daughter cell can themselves grow and divide, giving rise to a new cell population. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ഡോട്ടർ സെല്ലിന് എന്ത് ചെയ്യാം, അതിന് പിന്നെ ഗ്രോ ചെയ്ത് ഡിവൈഡ് ചെയ്ത് പുതിയ സെൽ പോപ്പുലേഷൻസിനും ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് an ordered series of events by which a cell duplicates its genome and eventually divides into 2 daughter cells is called a cell cycle. എന്ന് വെച്ചാൽ ഒരു സെല്ല് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്, അതിൻ്റെ ജീനോമിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഇവഞ്ച്വലി അത് 2 ഡോട്ടർ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് മാറുന്ന ഒരു ഓർഡേർഡ് സീരീസ് ഓഫ് ഇവൻസിനെയാണ് എന്ത് പറയുന്നത്, സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി സെൽ സൈക്കിളിന് 2 മെയിൻ ഫേസസ് ആണുള്ളത്. ഒരു ഇൻ്റർഫേസും ഉണ്ടായിരിക്കും, ഒരു എം ഫേസും ഉണ്ടായിരിക്കും. സെൽ സൈക്കിളിന് 2 മെയിൻ ഫേസസ് ആണ്, ഇൻ്റർഫേസും എം ഫേസും. ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈം ഡ്യൂറിങ് വിച്ച് സെൽ ഈസ് പ്രിപ്പയറിംഗ് ഫോർ ഡിവിഷൻ. ഈ സെല്ല് ഡിവിഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയത്തിനെയാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് സെല്ലിന് ഗ്രോത്തും DNA റെപ്ലിക്കേഷനും ഒക്കെ നടക്കുന്നു. ആൻഡ് ഇൻ്റർഫേസിനെ നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്യാം, സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. G1 ഫേസ്, S ഫേസ്, G2 ഫേസ് ആൻഡ് ഓൾസോ ഒരു G0 ഫേസ് കൂടെ ഉണ്ട്. G1 ഫേസ് എന്ന് പറഞ്ഞാൽ സെൽ ഗ്രോത്തും അതുപോലെ DNA റെപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടക്കുന്ന ഒരു സ്റ്റേജാണ് G1 സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ S ഫേസ് എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് ഫേസ് ആണ്. അവിടെയാണ് DNAയുടെ സിന്തസിസ് നടക്കുന്നത്, DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് S ഫേസിലാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേറ്ററി ഫേസ് ആണ് G1 ഫേസ് എന്ന് പറഞ്ഞാൽ. സെല്ലിലൊക്കെ ഗ്രോത്തൊക്കെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ നോക്കുന്ന ആ ഒരു ഫേസാണ് G1 ഫേസ് എന്ന് പറയുന്നത്. ആൻഡ് സെല്ല് ഫുള്ള് പ്രിപ്പയർഡ് ആണ് റെപ്ലിക്കേഷന്. അങ്ങനെയുള്ളൊരു കേസിലാണ് നമ്മൾ S ഫേസിലേക്ക് സെല്ല് കിടക്കുന്നത്. S ഫേസിൽ വെച്ചിട്ട് റെപ്ലിക്കേഷൻ നടക്കുന്നു, ഉള്ള ക്രോമസോമിനെ ഇരട്ടി ക്രോമസോമിന് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ടാകുന്ന ഒരു കേസാണ് S ഫേസ് എന്ന് പറയുന്നത്. ദെൻ G2 ഫേസ് എന്ന് പറഞ്ഞാൽ അതിൽ ഫർദർ ഗ്രോത്ത് നടക്കുക. ഇനിയിപ്പോൾ സെല്ല് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. സോ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെല്ലിന് ഒരു സൈസിലേക്ക് എത്തണം. അപ്പോൾ അതിന് സെല്ലിന് എഗെയിൻ ഗ്രോത്ത് നടക്കുന്ന ഒരു കണ്ടീഷനാണ് G2 ഫേസ് എന്ന് പറയുന്നത്. കൂടാതെ മൈറ്റോസിസ് നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസിൻ്റെ സിന്തസിസ് നടക്കുന്നതും ഈ G2 ഫേസിൽ തന്നെയാണ്. സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിട്ടുള്ള DNAയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പയറൊക്കെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ടോ, ഇനി ആ DNAക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രമാണ് സെല്ല് മൈറ്റോസിസ് എന്നൊരു ഘട്ടത്തിലേക്ക് സെല്ലിൻ്റെ ഡിവിഷനിലേക്ക് പോകുന്നത്. ദെൻ G0 ഫേസ്, ദാറ്റ് ഈസ് ദ ക്യുസെൻ്റ് ഫേസ്. ക്യുസെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അനക്കമില്ലാത്ത അല്ലേ, ഒരു ഡോമൻസി, അങ്ങനത്തെ ഒരു കേസിനാണ് നമ്മൾ ക്യുസെൻ്റ് എന്ന് പറയുന്നത്. ഈ G0 എന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു കേസാണ്. അതായത് നോൺ ഡിവൈഡിങ് സ്റ്റേജിനെയാണ് നമ്മൾ G0 സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ സെൽസ്, നമ്മുടെ ന്യൂറോണൊക്കെ പോലെയുള്ള സെൽസിന് ഡിവിഷൻ സംഭവിക്കുന്നില്ല. സോ അത്തരത്തിലുള്ള നോൺ ഡിവൈഡിങ് സെൽസ് G0 ഫേസിലായിരിക്കും ഉണ്ടായിരിക്കുക.
കൂടാതെ ചില സെൽസിൻ്റെ കേസിൽ അതിനാവശ്യമുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സൊക്കെ ഇല്ലാതിരിക്കുന്ന ഒരു കണ്ടീഷൻസിലും ആ സെല്ല് G0 ഫേസിലേക്ക് പോകാറുണ്ട്. ഇനി അതിന് ആവശ്യമുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സൊക്കെ അവൈലബിൾ ആവുന്ന കണ്ടീഷനിൽ അത് G1ലേക്ക് തന്നെ എൻ്റർ ചെയ്യുകയും ചെയ്യാറുണ്ട്. പക്ഷേ ന്യൂറോണൊക്കെ പോലെയുള്ള സെൽസ്, ന്യൂറോൺസിന് ഡിവിഷൻ നടക്കാത്ത സെൽസാണ്. അവർ പെർമനൻ്റ്ലി G0 ക്യുസൻറ്റ് ഫേസിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഫേസുകളൊക്കെ നല്ല രീതിയിൽ കടന്ന ശേഷം സെൽസ് പിന്നീട് മൈറ്റോസിസ് എന്ന ഘട്ടത്തിലേക്ക് പോകുന്നു. മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ അവിടെ സെൽ ഡിവിഷനാണ്. മൈറ്റോസിസിനെ തന്നെ 2 ഘട്ടങ്ങളായിട്ട് പറയാം. ഒന്ന് അതിൻ്റെ ന്യൂക്ലിയർ ഡിവിഷനും, 2 അതിൻ്റെ സെല്ലിൻ്റെ സൈറ്റോപ്ലാസ്മിക് ഡിവിഷനുമാണ്. ന്യൂക്ലിയർ ഡിവിഷനെ കാരിയോകൈനസിസ് എന്നും സൈറ്റോപ്ലാസ്മിക് ഡിവിഷനെ സൈറ്റോകൈനസിസ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഡയഗ്രത്തിൽ എം ഫേസിൽ കാരിയോകൈനസിസും ചെറിയൊരു ഭാഗത്ത് സൈറ്റോകൈനസിസും കാണിക്കുന്നുണ്ട്. ഈ കാരിയോകൈനസിസിൻ്റെ ഭാഗമായിട്ട് വരുന്ന 4 സ്റ്റെപ്പുകളാണ് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. മൈറ്റോട്ടിക് ന്യൂക്ലിയർ ഡിവിഷനിൽ വരുന്ന 4 സ്റ്റെപ്പുകളാണ്, 4 സ്റ്റേജസ് ആണ് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. നമുക്ക് ഓരോ സ്റ്റേജസും ഓരോ ഫേസും എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രോഫേസ്. പ്രോഫേസ് DNA കണ്ടൻസ്ഡ് ഫോമിലാണ്. അത് വിസിബിൾ ആയിരിക്കും. ആൻഡ് സ്പിൻഡിൽ ഫൈബേഴ്സ് സെൻട്രോമിയറിൽ നിന്ന് എമേർജ് ചെയ്ത് തുടങ്ങുകയാണ് പ്രോഫേസിൽ. ഇവിടെ ഈ ഒരു ടൈമിൽ ന്യൂക്ലിയർ എൻവലപ്പൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഡിസപ്പിയറിങ്ങിൻ്റെ ആ ഒരു വെക്കിൽ എത്തി നിൽക്കുകയാണ്. ന്യൂക്ലിയോലസ് ഒക്കെ ഡിസപ്പിയർ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. പ്രോഫേസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരേണ്ടത് മെറ്റാഫേസ് ആണ്. പ്രോഫേസിൻ്റെയും മെറ്റാഫേസിൻ്റെയും ഇടയിലുള്ള ആ ഒരു ഫേസിനെ പ്രോ മെറ്റാഫേസ് എന്ന് പറയാം. പ്രോ മെറ്റാഫേസിൽ ക്രോമസോം വീണ്ടും കണ്ടൻസ് ആവുകയും അതുപോലെ സെൻട്രോമിയറിൽ കൈനറ്റോകോർ അപ്പിയർ ചെയ്യുകയും ചെയ്യുന്നു. സെൻട്രോമിയറിൽ ക്രോമസോമിൻ്റെ സെൻട്രോമിയറിൽ കൈനറ്റോകോർ അപ്പിയർ ചെയ്യുന്നു. ഈ കൈനറ്റോകോറിലേക്ക് സ്പിൻഡിൽ മൈക്രോ ട്യൂബ്യൂൾ വന്ന് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൈനറ്റോകോറിലേക്ക് സ്പിൻഡിൽ മൈക്രോ ട്യൂബ്യൂൾ വന്ന് അറ്റാച്ച് ചെയ്യുകയും സെൻട്രോസോംസ് ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതൊക്കെ പ്രോ മെറ്റാഫേസിലാണ് നടക്കുന്നത്. ഇനി മെറ്റാഫേസിലെത്തുമ്പോഴേക്ക് മൈറ്റോട്ടിക് സ്പിൻഡിൽ ഫുള്ളി ഡെവലപ്ഡ് ആണ്. സെൻട്രോസോംസ് ഓപ്പോസിറ്റ് പോളിൽ എത്തിയിട്ടുണ്ടായിരിക്കും. അതുപോലെ ക്രോമസോംസ് മെറ്റാഫേസ് പ്ലേറ്റിൽ വന്ന് ലൈനപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓരോ സിസ്റ്റർ ക്രോമാറ്റിഡ്സും സ്പിൻഡിൽ ഫൈബറായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓപ്പോസിറ്റ് പോളിൽ നിന്ന് വന്നിട്ടുള്ള സ്പിൻഡിൽ ഫൈബറുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും സിസ്റ്റർ ക്രോമാറ്റിഡ് ഉണ്ടായിരിക്കുക. നമ്മുടെ മെറ്റാഫേസിൻ്റെ ഏറ്റവും ഡിസ്റ്റിങ്വിഷിങ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ മെറ്റാഫേസ് പ്ലേറ്റിൽ വന്നിട്ടുള്ള ക്രോമസോമിൻ്റെ ആ ഒരു ലൈനപ്പാണ്. മെറ്റാഫേസ് പ്ലേറ്റിൽ ലൈൻ ചെയ്ത് നിൽക്കുന്ന ക്രോമസോംസ്, അതാണ് മെറ്റാഫേസിൻ്റെ ഡിസ്റ്റിങ്വിഷിങ് ക്യാരക്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫേസ് ആണ് അനാഫേസ്. അനാഫേസിലെത്തുമ്പോൾ നമ്മുടെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ടായിരിക്കുമല്ലോ, ഇവരെ തമ്മിൽ ചേർത്ത് നിർത്തുന്നത് കൊഹസിൻ പ്രോട്ടീൻസ് ആണ്. ഈ കൊഹസിൻ പ്രോട്ടീൻസിന് അവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റഡ് ആവുന്നു. ഇവരെ ഓപ്പോസിറ്റ് പോളിലേക്ക് പുള്ള് ചെയ്യാണ്. ആരാണ് പുള്ള് ചെയ്യുന്നത്? കൈനറ്റോകോറിൽ വന്ന് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ സ്പിൻഡിൽ ഫൈബേഴ്സ് ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ ഓപ്പോസിറ്റ് പോളിലേക്ക് കൊണ്ടുപോവാണ്. ഈ കൈനറ്റോകോർ സ്പിൻഡിൽ ഫൈബർ അല്ലാത്ത അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന നോൺ കൈനറ്റോകോർ സ്പിൻഡിൽ ഫൈബേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, ഇവർ അങ്ങ് ലെങ്തൻ ചെയ്യുമ്പോൾ ആ സെല്ലും ഇലോങ്ങേറ്റ് ചെയ്യുന്നു. സെല്ല് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഡിവൈഡ് ചെയ്യുന്നതിന് മുന്നേ സെല്ലിന് കുറച്ചും കൂടെ ഒരു ലെങ്ത്ത് വെക്കണമല്ലോ. ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫേസിൽ സെല്ലിൻ്റെ ഒരു ഇലോങ്ങേഷനും നടക്കുന്നുണ്ട്. ദെൻ സെല്ല് ഇലോങ്ങേറ്റ് ചെയ്തു. സ്പിൻഡിൽ ഫൈബേഴ്സ് ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ ഓപ്പോസിറ്റ് പോളിലേക്ക് കൊണ്ടുപോയി. നെക്സ്റ്റ് ഫേസാണ് ടീലോഫേസ്. ടീലോഫേസ് പ്രോഫേസിന് നേരെ ഓപ്പോസിറ്റാണ്. പ്രോഫേസിൽ കണ്ടൻസ് ചെയ്ത ക്രോമസോംസ് ടീലോഫേസിലെത്തുമ്പോൾ ഡീകണ്ടൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഡീകണ്ടൻസേഷൻ നടക്കുന്നു. കൂടാതെ ഈ ഡീകണ്ടൻസ്ഡ് ക്രോമസോമിന് ചുറ്റുമായിട്ട് ന്യൂക്ലിയർ എൻവലപ്പ് അപ്പിയർ ആവാൻ തുടങ്ങുന്നു. പ്രോഫേസിൽ ന്യൂക്ലിയർ എൻവലപ്പ് ഡിസപ്പിയർ ആവുമായിരുന്നു. എന്നാൽ ഇവിടെ ടീലോഫേസിൽ ന്യൂക്ലിയർ എൻവലപ്പ് അപ്പിയർ ആവാൻ തുടങ്ങുന്നു. മൈറ്റോട്ടിക് സ്പിൻഡിൽ ബ്രേക്ക് ഡൗൺ ആവുന്നു. മൈറ്റോട്ടിക് സ്പിൻഡിലിൻ്റെ ആവശ്യമില്ല, പോൾസിലേക്ക് കൊണ്ടുപോകാനായിരുന്നു മൈറ്റോട്ടിക് സ്പിൻഡിൽസിന് ആവശ്യമുണ്ടായിരുന്നത്. അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി അതിന് ആവശ്യമില്ല. മൈറ്റോട്ടിക് സ്പിൻഡിൽ ബ്രേക്സ് ഡൗൺ. ഇത്രയാണ് ടീലോഫേസിൽ വരുന്നത്. 2 ഭാഗത്തേക്കായിട്ട് ഈ പകുതി ക്രോമസോംസിനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ആ സെല്ലിനെ ഡിവൈഡ് ചെയ്യേ വേണ്ടൂ. സെല്ലിൻ്റെ ന്യൂക്ലിയർ ഡിവിഷനാണ് നമ്മൾ കാരിയോകൈനസിസ് എന്ന് പറഞ്ഞത്. അതിനുശേഷം വരുന്ന സ്റ്റെപ്പാണ് സൈറ്റോകൈനസിസ്. എന്ന് വെച്ചാൽ നമുക്ക് ഈ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യണം. സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പാണ് സൈറ്റോകൈനസിസ്. നമ്മുടെ ആനിമൽ സെൽസിൽ സൈറ്റോകൈനസിസ് നടക്കുന്നത് ഒരു ക്ലീവേജ് ഫറോ
വരികയാണ്. ഈ ഒരു സെല്ലിൻ്റെ ഒരു സെൻറ്ററിലായിട്ടൊരു ക്ലീവേജ് ഫെറോ വരുന്നു. ആ ഫെറോ നീണ്ട് പരസ്പരം കോണ്ടാക്റ്റിൽ വരുമ്പോൾ അത് 2 സെല്ലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ പ്ലാന്റ് സെൽസിലാണെങ്കിൽ ഒരു സെൽ പ്ലേറ്റ് ആണ്. ഡോട്ടർ സെൽസിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടൊരു സെൽ പ്ലേറ്റ് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ സെല്ല് 2 ഡോട്ടർ സെൽസായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് മൈറ്റോസിസിൻ്റെ സ്റ്റെപ്സ് വരുന്നത്. ഒരു നോർമൽ സെല്ലിലാണ് മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ നടക്കുക. എന്നാൽ റീപ്രൊഡക്റ്റീവ് സെല്ലിൽ നടക്കുന്ന ഡിവിഷനെ നമ്മൾ മിയോസിസ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ മൈറ്റോസിസും മിയോസിസും തമ്മിലുള്ള ഡിഫറൻസ്? എന്താണ് അവരുടെ സിമിലാരിറ്റീസ് നമുക്ക് ആദ്യം നോക്കാം. ഇതിൻ്റെ സിമിലാരിറ്റീസിൽ വരുന്നത് ഇവർ രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡിപ്ലോയിഡ് സെല്ലിൽ നിന്ന് തന്നെയാണ്. ഇവിടെ DNA റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. സെയിം ബേസിക് സ്റ്റെപ്സ് തന്നെയാണ് രണ്ടിനും ഉള്ളത്. പുതിയ സെൽസാണ് ഇവർ ഉണ്ടാക്കുന്നത്. ഇതാണ് ഇവരുടെ സിമിലാരിറ്റീസ്. ഇനി എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? മൈറ്റോസിസിൽ 2n നമ്പർ ഓഫ് ക്രോമസോംസിനെ ഡിവൈഡ് ചെയ്തിട്ട് 2n നമ്പർ തന്നെയാണ് ആക്കുന്നത്. എന്നാൽ മിയോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീപ്രൊഡക്റ്റീവ് സെല്ലിൽ നടക്കുന്നതാണ്. റീപ്രൊഡക്റ്റീവ് സെല്ലിൽ 2n നമ്പർ 2n തന്നെ ആയാൽ നമ്മളെ ഗാമറ്റ്സിൽ 2n ക്രോമസോം അല്ലേ ഉണ്ടാവുക. അപ്പോൾ 2n ക്രോമസോമും കൂടി ചേർന്നാൽ 4n ആയിട്ടാണ് മാറുക. സോ നമുക്ക് എന്താ വേണ്ടത്? അൾട്ടിമേറ്റ്ലി നമുക്ക് കിട്ടേണ്ടത് ഒരു 2n ഡോട്ടർ സെല്ലിനെയാണ് വേണ്ടത്. ഡോട്ടർ സെല്ലല്ല, 2 ഗാമറ്റ്സ് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ആ ഒരു സൈഗോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? 2n ആണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ 2 പാരൻസിൽ നിന്നും n നമ്പറാണ് നമുക്ക് കിട്ടേണ്ടത്. n നമ്പർ ക്രോമസോംസ് ഫ്രം ഈച്ച് പാരൻറ്റ് കമ്പൈൻസ് ടു ഫോം 2n. സോ ഇവിടെ മിയോസിസിൽ സംഭവിക്കുന്നത് പറഞ്ഞാൽ 2n എന്തായിട്ട് മാറുന്നു? n ആയിട്ട് റെഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ റിഡക്ഷൻ ഡിവിഷനാണ് നടക്കുന്നത്. പിന്നെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മൈറ്റോസിസിൽ ഡിപ്ലോയിഡ് തന്നെ ആകുന്നു. എന്നാൽ മിയോസിസിൽ ഡിപ്ലോയിഡ് ഹാപ്ലോയിഡ് ആയിട്ട് മാറാണ്. മൈറ്റോസിസിൽ ഒരൊറ്റ ഡിവിഷനേ ഉള്ളൂ, 4 സ്റ്റെപ്പുള്ള ഒറ്റ ഡിവിഷനാണ്. പക്ഷേ മിയോസിസ് 1 എന്നും മിയോസിസ് 2 എന്നും പറഞ്ഞ 2 ഡിവിഷൻസാണ് ഇവിടെ നടക്കുന്നത്. മൈറ്റോസിസിലെ ഡോട്ടർ സെൽസ് ഐഡൻറ്റിക്കൽ ആണ്. എന്നാൽ മിയോസിസിലാണെങ്കിലോ ഡോട്ടർ സെൽസ് ജനറ്റിക്കലി ഡിഫറെൻ്റ് ആയിരിക്കും. ജനറ്റിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡോട്ടർ സെൽസിനെയാണ് മിയോസിസ് വഴി കിട്ടുന്നത്. ഇനി ക്രോമസോം നമ്പർ നോക്കുകയാണെങ്കിൽ മൈറ്റോസിസിൽ 46 ക്രോമസോംസ് ആണെങ്കിൽ മിയോസിസിൽ 23 ക്രോമസോംസ് ആണ് ഡോട്ടർ സെൽസിൽ കിട്ടുന്നത്. ഗ്രോത്തിനും റിപ്പയറിനും വേണ്ടിയിട്ടാണ് മൈറ്റോസിസ് നടക്കുന്നതെങ്കിൽ മിയോസിസ് സെക്സ് സെൽസ്, അതായത് എഗ്ഗും സ്പേമും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മിയോസിസ് സംഭവിക്കുന്നത്. ഇത്രയാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസസും സിമിലാരിറ്റീസും വരുന്നത്. ഇനി നമുക്ക് മിയോസിസിലേക്ക് പോവാം. മിയോസിസിലും മൈറ്റോസിസിലും സ്റ്റെപ്സ് ഒക്കെ ഏറെക്കുറെ സിമിലർ തന്നെയാണ്. ഇതിൽ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മിയോസിസിൻ്റെ ഫസ്റ്റ് ഡിവിഷനിൽ വരുന്ന പ്രോഫേസ് 1 ഒരു 5 സബ് ഫേസസ് ഉണ്ട്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാതും മൈറ്റോസിസിൽ നടക്കുന്ന അതുപോലെ തന്നെയാണ് ഓരോ ഫേസസിലും സംഭവിക്കുന്നത്. ഇവിടെ എക്സ്ട്രാ വരുന്നത് ഈ പ്രോഫേസ് 1 വരുന്ന 5 സബ്സ്റ്റേജസ് ആണ്. അത് മാത്രമാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം സിമിലർ ടു മൈറ്റോസിസ് തന്നെയാണ്. സോ പ്രോഫേസ് 1 സബ്സ്റ്റേജസ് നോക്കാം. പ്രോഫേസ് 1 സബ്സ്റ്റേജസുകളാണ് ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കിറ്റിൻ, ഡിപ്ലോട്ടിൻ, ഡയാകൈനസസ്. ഇനി എന്താണ് ഈ സ്റ്റേജസിൽ സംഭവിക്കുന്നത് നോക്കാം. ലെപ്റ്റോട്ടിലിന് ക്രോമസോമ ബിഗിൻ ടു കണ്ടൻസ് ആൻഡ് ബിക്കം വിസിബിൾ ആസ് തിൻ ത്രെഡ് പോലെ നമുക്ക് ക്രോമസോമിനെ കാണാൻ പറ്റുന്നു. ലുക്കിംഗ് ലൈക്ക് എ സ്ട്രിങ് ഓൺ ബീഡ്സ് എന്നുള്ള ഒരു അപ്പിയറൻസിലായിരിക്കും ഈ ലെപ്റ്റോട്ടിൻ സ്റ്റേജിൽ ക്രോമസോംസ് ഉണ്ടായിരിക്കാം. ദെൻ സൈഗോട്ടിൻ സ്റ്റേജിൽ ഹോമോലോഗസ് ക്രോമസോംസ് പെയർ ചെയ്യാൻ തുടങ്ങുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? സിനാപ്സിസ് എന്ന് പറയുന്നത്. സൈഗോട്ടിൻ സിനാപ്സിസ്. സൈഗോട്ടിൻ സ്റ്റേജിലാണ് എന്ത് സംഭവിക്കുന്നത്? സിനാപ്സിസ് ബിഗിൻ ചെയ്യുന്നത്. രണ്ടും ഏകദേശം എഴുതുന്നതൊക്കെ ഒരുപോലെയാണ്, അങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ. സോ സൈഗോട്ടിൻ സ്റ്റേജിലാണ് സിനാപ്സിസ് നടക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ? ഹോമോലോഗസ് ക്രോമസോംസ് സ്റ്റാർട്ട് പെയറിങ് അപ്പ് ടു ഫോം എ കോംപ്ലക്സ്. അവിടെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുകയാണ്, കോൾഡ് ബൈവാലൻറ്റ് ഒരു ടെട്രാഡ്. അവിടെ ഒരു ടെട്രാഡ് ഫോം ചെയ്യുന്നു. സോ സൈഗോട്ടിലാണ് എന്ത്? സിനാപ്സിസ്, അതുപോലെ ടെട്രാഡ് ഫോം ചെയ്തത്. ദെൻ സിനാറ്റോണിമൽ കോംപ്ലക്സ് ആണ് ഈ രണ്ടെണ്ണത്തിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്, ഹെൽഡ് ടുഗദർ ബൈ സിനാറ്റോണിമൽ കോംപ്ലക്സ്. സോ അതും വരുന്നത് സൈഗോട്ടിലാണ്. സിനാറ്റോണിമൽ കോംപ്ലക്സ്, സിനാപ്സിസ്, ബൈവാലൻ്റ് അല്ലെങ്കിൽ ടെട്രാഡായിട്ട് മാറുന്നത് ഒക്കെ സൈഗോട്ടിൻ സ്റ്റേജിലാണ്. നെക്സ്റ്റ് പാക്കറ്റിൻ. ഈ പാക്കറ്റിൻ സ്റ്റേജിലാണ് ക്രോമസോംസ് ക്രോസിംഗ് ഓവർ നടത്തുന്നത്. അതുപോലെ തന്നെ റീകോമ്പിനേഷൻ ന്യൂഡ്യൂള്, ഇതൊക്കെ വരുന്നത് പാക്കറ്റിൻ സ്റ്റേജിലാണ്. എന്താണെന്ന് നോക്കാം.
ക്രോമസോംസ് ഫുള്ളി സിനാപ്സിസ് കഴിഞ്ഞു, ക്രോസിംഗ് ഓവർ ഒക്കർ ചെയ്തു. വേർ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് എക്സ്ചേഞ്ച് ജനറ്റിക് മെറ്റീരിയൽ അറ്റ് റീകോമ്പിനേഷൻ ന്യൂഡ്യൂൾസിൽ ഈ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അവരുടെ ജനറ്റിക് മെറ്റീരിയലിനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു കേസാണ് പാക്കറ്റിൽ നടക്കുന്നത്. അപ്പോൾ പാക്കറ്റിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ഇതെങ്ങനെ ആലോചിക്കാം? ഞാനിത് ഓർത്തിരിക്കുന്നത്, നമ്മളൊരു സാധനം പാക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മളത് പാക്ക് ചെയ്യുന്ന സമയത്ത് ക്രോസ് ചെയ്തിട്ടാണ് നമ്മളത് പാക്ക് ചെയ്യുന്നത് ക്രോസ് ചെയ്തുകൊണ്ടാണ് പാക്ക് ചെയ്യുന്നതെന്ന് അങ്ങനെ ആലോചിക്കാം. ഓക്കെ, സോ പാക്കറ്റിലാണ് എന്ത് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. എവിടെ വെച്ചിട്ടാണ്? റീകോമ്പിനേഷൻ ന്യൂഡ്യൂളിൽ. അതാണ് പാക്കറ്റിൻ. നെക്സ്റ്റ് ഡിപ്ലോട്ടിൻ എത്തുമ്പോൾ നമ്മുടെ ഈ സിനാറ്റോണിമൽ കോംപ്ലക്സ് ഡിസോൾവ് ആവുന്നു. സൈഗോട്ടിലിനെ ഫോം ചെയ്ത സിനാറ്റോണിമൽ കോംപ്ലക്സ് ഡിസോൾവ് ആവുന്നു. ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ആവുന്നു. പക്ഷേ അവർക്ക് മുഴുവനായിട്ടങ്ങ് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. അവരൊരു എക്സ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സൈറ്റിൽ മാത്രം അവർക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരിക്കും. അതിനെയാണ് ആ ഒരു എക്സ് ഷേപ്ഡ് സൈറ്റിനെയാണ് കയാസ്മേറ്റ എന്ന് പറയുന്നത്. സോ ഡിപ്ലോട്ടിൻ സ്റ്റേജിലുള്ള മെയിനായിട്ടുള്ള കാര്യമാണിത് കയാസ്മേറ്റ. ഇവിടെ സിനാറ്റോണിമൽ കോംപ്ലക്സ് ഒക്കെ പോയി, ഇനി കയാസ്മേറ്റ മാത്രമേ ഉള്ളൂ. അതാണ് ഡിപ്ലോട്ടിൻ. ഇതിലെ ലാസ്റ്റ് സ്റ്റേജാണ് ഡയാകൈനസിസ്. ഇവിടെ ഫൈനൽ കണ്ടൻസേഷൻ നടക്കുന്നു. കയാസ്മേറ്റ എല്ലാം ടെർമിനേറ്റ് ചെയ്തു പോയി, ന്യൂക്ലിയോലസ് ഡിസപ്പിയർ ആയി ആൻഡ് ന്യൂക്ലിയർ എൻവലപ്പ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ഇനി മെറ്റാഫേസിലേക്കുള്ള ഒരു പ്രിപ്പറേഷനാണ്. മെറ്റാഫേസിൽ വീണ്ടും മൈറ്റോസിൽ പറഞ്ഞ പോലെ സ്പിൻഡിൽ ഫൈബേഴ്സ് വരുന്നു. അവർ മെറ്റാഫേസ് പ്ലേറ്റിൽ വന്നിട്ട് ക്രോമസോംസ് ഒക്കെ അലൈൻ ചെയ്യുന്നു. ഈ മെറ്റാഫേസ് പ്ലേറ്റിൽ ക്രോമസോംസ് വന്ന് നിൽക്കുന്നതാണ് മെറ്റാഫേസ് 1 എന്ന് പറയുന്നത്. അനാഫേസിലാവുമ്പോൾ സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ 2 പോളിലേക്ക് കൊണ്ടുപോകുന്നു. പോൾസിലേക്ക് എത്തുന്നതാണ് അനാഫേസ് 1. ടീലോഫേസ് 1 ആണെങ്കിലോ ഇവരുടെ ഇടയിൽ ഒരു ഫെറോ വരാൻ തുടങ്ങുന്നു. ഈ ക്രോമസോംസിന് ചുറ്റുവറും എന്ത് വരുന്നു? ന്യൂക്ലിയോലസും ന്യൂക്ലിയർ മെംബ്രെയിനും ഒക്കെ അപ്പിയർ ആവുന്നു. സ്പിൻഡിൽ ഫൈബേഴ്സൊക്കെ ഡിസപ്പിയർ ആവുന്നു. അതാണ് ടീലോഫേസ് 1. ദെൻ സൈറ്റോകൈനസിസ് സംഭവിച്ച് ഹാപ്ലോയിഡ് 2N ഉള്ള 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നതാണ് സൈറ്റോകൈനസിസ്. അങ്ങനെ മിയോസിസ് 1 കംപ്ലീറ്റ് ആയി. നമുക്ക് 2 ഡോട്ടർ സെൽസിനെ കിട്ടി. ഇനി മിയോസിസ് 2ലേക്ക് കിടക്കുകയാണ്. മിയോസിസ് 1ൽ നിന്ന് നമുക്ക് കിട്ടിയ 2 ഡോട്ടർ സെൽസും മിയോസിസ് 2ലേക്ക് കിടക്കുന്നു. സോ ഈ 2 ഡോട്ടർ സെൽസിനും ഡിവിഷൻ സംഭവിക്കുന്നുണ്ട്. ഈ 2 ഡോട്ടർ സെൽസും ഒരുപോലെ പ്രോഫേസ് 2ലും മെറ്റാഫേസ് 2ലും അനാഫേസ് 2ലും ടീലോഫേസ് 2ലും കടന്നു പോയി ലാസ്റ്റ് സൈറ്റോകൈനസിസ് 2ലേക്ക് എത്തുന്നു. അങ്ങനെ ഓരോ ഡോട്ടർ സെല്ലും 2 എണ്ണമായിട്ട് മാറുന്നു. അങ്ങനെ എൻഡിൽ നമുക്ക് കിട്ടുന്നത് ലാസ്റ്റ് 4 ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസിനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് മിയോസിസ് 2. സോ നമ്മൾ മിയോസിസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രോമസോം അപ്പിയർ ആസ് ലോങ് സിംഗിൾ ത്രെഡ്, അത് ലെപ്റ്റോട്ടിൻ സ്റ്റേജിലാണ്. ദെൻ സിനാപ്സിസ് സൈഗോട്ടിൻ, ക്രോസിംഗ് ഓവർ ക്രോസ് ആയിട്ട് പാക്ക് ചെയ്തു പാക്കറ്റിൻ. മൂവ്മെൻറ്റ് ഓഫ് കയാസ്മേറ്റ അലോങ് ദ ലെങ്ത് ഓഫ് ക്രോമസോം, അത് നടക്കുന്നത് ഡയാകൈനസിസിലാണ്. ദെൻ റെപ്ലിക്കേഷൻ ഓഫ് DNA ആൻഡ് ഹിസ്റ്റോൺസ്, അതാണ് ഏറ്റവും ആദ്യം നടക്കുന്നത്. റെപ്ലിക്കേഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സെൽ ഡിവിഷൻ നടക്കുന്നത്. സോ ഫസ്റ്റ് വരിക 5ാമത്തതാണ്. ദെൻ വരുന്നത് ക്രോമസോം ലോങ് സിംഗിൾ ത്രെഡായിട്ട് കാണുന്നത്. ദെൻ സിനാപ്സിസ്, ദെൻ ക്രോസിംഗ് ഓവർ, ദെൻ മൂവ്മെൻറ്റ് ഓഫ് കയാസ്മേറ്റ അലോങ് ദ ലെങ്ത് ഓഫ് ക്രോമസോം. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. Question number 52. When a character in human being is more common in men than in women, rarely appears in both father and son, and does not occur in women unless a father exhibits it, what inferences can be drawn about the gene involved based on the pattern of inheritance described? Options: A. Y-linked recessive gene, B. Sex-linked recessive gene, C. Autosomal dominant gene, D. Y-linked leader gene. So, ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഈ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഈ ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായിട്ടുള്ള ജീനിനെ കുറിച്ചുള്ള നമ്മളുടെ ഇൻഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്കാളും പുരുഷന്മാരിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു കണ്ടീഷനാണ്. അത് അച്ഛനിലും മകനിലും ഒരുപോലെ വരുന്നത് അപൂർവമാണ്. കൂടാതെ അച്ഛന് അസുഖം ഉണ്ടെങ്കിൽ മാത്രമേ മകളിൽ ഈ അസുഖം കാണുന്നുള്ളൂ, പ്രകടമാകുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് അനുസരിച്ച് ഇത് എങ്ങനത്തെ ഒരു സ്വഭാവമാണ്, അതായത് ഈ പ്രത്യേക സ്വഭാവത്തിന് കാരണമായിട്ടുള്ള ജീനിനെ എന്ത് പറയാം എന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ മോർ കോമൺ ഇൻ മെൻ ദാൻ ഇൻ വുമൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊരു എക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് ആവാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും? നമുക്കറിയാം മെയിൽസിൽ XY എന്നാണ് ക്രോമസോം ഉള്ളത് അല്ലേ? സെക്സ് ക്രോമസോംസ് XY കണ്ടീഷനിലാണ്. സോ ഓൺലി ഒരു X ക്രോമസോം മാത്രമാണ് മെയിൽസിലുള്ളത്. സോ ഒരു സിംഗിൾ കോപ്പി ഓഫ് റെസസീവ് അലീൽ ഈസ് ഇനഫ് ടു എക്സ്പ്രസ് ദ ട്രേറ്റ്.
എക്സ് ക്രോമസോമിൽ ഒരു സിംഗിൾ കോപ്പി റെസസീവ് അലീൽ മാത്രം ഉണ്ടായാൽ തന്നെ മെയിൽസിൽ അവിടെ ആ ഒരു ക്യാരക്ടറെ എക്സ്പ്രസ് ചെയ്യാം, ആ ഒരു ട്രെയ്റ്റ് എക്സ്പ്രസ് ചെയ്യാം. എന്നാൽ ഫീമെയിൽസിലാണെങ്കിലോ ഫീമെയിൽസിൽ എക്സ് കണ്ടീഷനാണ്, എക്സ് കണ്ടീഷനാണ്. സോ ദി റിക്വയർ 2 copies, 1 ഫ്രം ഈച്ച് പാരൻറ്റ് ടു എക്സ്പ്രസ് ഇറ്റ്. ഓരോ പാരൻറ്റിൽ നിന്നും ഓരോ കോപ്പി കിട്ടിയാൽ മാത്രമേ ഫീമെയിൽസിൽ ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു ട്രെയ്റ്റ് എക്സ്പ്രസ് ആവുകയുള്ളൂ. സോ ഇതൊരു സെക്സ് ലിങ്ക്ഡ് എക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇതുകൂടാതെ ക്വസ്റ്റിൽ പറയുന്ന മറ്റൊരു സെൻറ്റൻസ് ആണ് റിയർലി അപ്പിയേഴ്സ് ഇൻ ബോത്ത് ഫാദർ ആൻഡ് സൺ എന്നത്. അത് കറക്റ്റ് അല്ലേ? ഒരു ഫാദറിൽ നിന്ന് ഒരു സണ്ണിലേക്ക് വൈ ക്രോമസോം മാത്രമല്ലേ പോകുന്നുള്ളൂ. ഇവിടെ എക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് ആണ്. എക്സ് ക്രോമസോം ഒരു ഫാദറിൽ നിന്ന് സണ്ണിലേക്ക് പോകുന്നില്ല. സോ അപ്പോഴും നമുക്ക് മനസ്സിലാക്കാം ഇത് എക്സ് ലിങ്ക്ഡ് തന്നെയാണെന്ന്. എ ഫാദർ പാസസ് ഹിസ് വൈ ക്രോമസോം ടു ഹിസ് സൺ, നോട്ട് ഹിസ് എക്സ്. ദെർഫോർ എ ഫാദർ കനോട്ട് ഡയറക്ട്ലി പാസ് എ എക്സ് ലിങ്ക്ഡ് ട്രെയ്റ്റ് ടു ഹിസ് സൺ. ഒരു സണ്ണിന് ഇങ്ങനൊരു എക്സ് ലിങ്ക്ഡ് ട്രെയ്റ്റ് കിട്ടാനുള്ള ഏക ചാൻസ് എന്ന് പറയുന്നത് അവരുടെ അമ്മയിൽ നിന്നായിരിക്കും. സോ നമുക്കിതൊരു സെക്സ് ലിങ്ക്ഡ് അല്ലെങ്കിൽ ഒരു എക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് ആണെന്ന് മനസ്സിലായി. ഇനി ഇത് ഡോമിനൻ്റ് ആണോ റെസസീവ് ആണോ എന്ന് നോക്കണം. അതിനിവിടെ മറ്റൊരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഡസ് നോട്ട് ഒക്കർ ഇൻ വുമൺ അൺലെസ് ഹർ ഫാദർ എക്സിബിറ്റ്സ് ഇറ്റ്. എന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് ഈ ഒരു ട്രെയ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫാദറിൽ ഈ ഒരു ട്രെയ്റ്റ് എക്സിബിറ്റ് ചെയ്യപ്പെടണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വുമണിന് ഈ ഒരു റെസസീവ് ട്രെയ്റ്റ് എക്സ്പ്രസ് ആവണമെന്നുണ്ടെങ്കിൽ ഷീ മസ്റ്റ് ബി ഹോമോസൈഗസ്, അതായത് ഒരു എക്സ് എ കണ്ടീഷനിലായിരിക്കണം. ഇനി ഒരു എക്സ് അവർക്ക് അവരുടെ മദറിൽ നിന്നും ഒരു എക്സ് അവരുടെ ഫാദറിൽ നിന്നും അല്ലേ കിട്ടുക. ഇനി ഫാദറിൽ ഈ ഒരു റെസസീവ് എക്സ് എ ഉണ്ടെങ്കിൽ ആ ഫാദർ അവിടെ അഫക്റ്റഡ് അല്ലേ. എക്സ് എ വൈ എന്ന കണ്ടീഷൻ ആയിരിക്കുമല്ലോ ഫാദറിൽ ഉണ്ടാവുക. സോ ഫാദർ അവിടെ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു ട്രെയ്റ്റ് എക്സിബിറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ മാത്രമേ ഒരു വുമണ് ഒരു സ്ത്രീയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫാദറിൻ്റെ മകളിലേക്ക് ഈ ഒരു ട്രെയ്റ്റ് പാസ് ആവുകയുള്ളൂ. സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പറയാം ഇതൊരു റെസസീവ് ട്രെയ്റ്റ് ആണെന്ന്. നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് വാട്ട് ഇൻഫ്ലുവൻസസ് ക്യാൻ ബി ഡ്രോൺ അബൌട്ട് ദ ജീൻ ഇൻവോൾവ് ബേസ്ഡ് ഓൺ ദ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ഡിസ്ക്രൈബ്ഡ് എന്നതാണ്. സോ നമ്മുടെ ആൻസർ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ജീൻ, ഓപ്ഷൻ ബി സെക്സ് ലിങ്ക്ഡ് റെസസീവ് ജീൻ എന്നതാണ്. സോ ഇന്ന് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇങ്ങനെയുള്ള വീഡിയോ ആണോ അതോ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ മാത്രമാണോ നിങ്ങൾക്ക് വേണ്ടതെന്നത് കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോ കറക്റ്റ് ആക്കാം. ഈ ലാസ്റ്റ് ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് പോലെ ചെയ്യാനായിട്ട് ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇതിന് കിട്ടിയ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി അതിന് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് ആൻസർ കമൻറ്റ് ചെയ്യാൻ നോക്കാം. നമ്മുടെ PYQ സീരീസിൻ്റെ പ്രീവിയസ് വീഡിയോസ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തായിരിക്കും. അതിനുശേഷം നമുക്ക് പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. എല്ലാവരും നന്നായി പഠിക്കുക. നമുക്കിപ്പം എക്സാം ഡേറ്റൊക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ നന്നായി പ്രിപ്പയർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.